മോൺസ്റ്റർവേഴ്സിലെ 5ാമത്തെ സിനിമ ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യും. സോ ഈ ഒരു സിനിമ കാണുന്നതിന് പറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് അലോൺ സ്വഭാവത്തിൽ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കയറി കാണാം. ജസ്റ്റ് മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഗോഡ്സിലയും കോങ്ങും തമ്മിലുള്ള വലിയ മോൺസ്റ്ററസ് ഫൈറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് കയറി കാണാം എന്ന രീതിയിൽ നിങ്ങൾക്ക് സിനിമ അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ മോൺസ്റ്റർവേഴ്സിനെ ഇഷ്ടപ്പെട്ട് ആ ഒരു ഫ്രാഞ്ചൈസിലെ അടുത്ത വലിയ സെറ്റപ്പ്, അടുത്ത ഫ്യൂച്ചർ എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. സോ ഒരു സ്റ്റാൻഡ് അലോൺ സ്വഭാവത്തിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള ഗോഡ്സില വേഴ്സസ് കോങ് എന്നൊരു സിനിമ കണ്ടാൽ മാത്രം മതി. ഈവൺ അത് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ കയറാം. ഈവൺ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ദെൻ പാസ്റ്റിലുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓവറോൾ ആ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു വലിയ ബിഗ് ആക്ഷൻ എപ്പിക് വാർ സീക്വൻസുകളോ ആക്ഷൻ സീക്വൻസുകളോ കാണുന്ന സിനിമകൾ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യമുള്ളതായിട്ട് തോന്നില്ല. സോ ആ രീതിയിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഉപകാരം ഇല്ലെന്ന് പറയാം. സിനിമാറ്റിക് അപ്രോച്ചിൽ ഗംഭീരമായിരിക്കും. എനിക്ക് കഴിഞ്ഞ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന മൂവി എന്നെ സംബന്ധിച്ച് വളരെ മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു. സോ അതിനപ്പുറത്തുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ മോൺസ്റ്റർവേഴ്സിൻ്റെ എക്സ്പാൻഷൻ, അവർ യൂണിവേഴ്സിലെ കുറേ കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ ഈ സിനിമയിൽ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മോൺസ്റ്റർവേഴ്സിലെ 5 സിനിമകളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കുറച്ച് സീരീസുകളും കോമിക് ബുക്സൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ സിനിമയും ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ സിനിമകളൊക്കെ തന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഗോഡ്സില കണ്ടു, ദെൻ അത് കഴിഞ്ഞ് കോങ് സ്കൾ ഐലൻഡ്, അത് കഴിഞ്ഞ് ഗോഡ്സില കിങ് ഓഫ് മോൺസ്റ്റേഴ്സ്. ആ കിങ് ഓഫ് മോൺസ്റ്ററിൽ കണ്ടിട്ടുള്ള ചില മോൺസ്റ്റേഴ്സൊക്കെ തന്നെ സിനിമയിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. ദെൻ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന സിനിമയിലും കണ്ടിട്ടുള്ള ചില ക്രീച്ചേഴ്സും ഇപ്പോൾ ഈവൻ ഹാളോവർത്തിനൊക്കെ കൂടുതലായിട്ട് അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. സോ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് ഒരുപക്ഷെ കയറുന്നത് ഈ സിനിമയുടെ ആ ഒരു എൻ്റയർ നേച്ചർ മനസ്സിലാക്കുന്നതിൽ കൂടുതലായിട്ട് ഉപകരിക്കുന്നു പറയാം. ആൻഡ് ഈവൻ ഈ മോൺസ്റ്റർവേഴ്സിലെ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ഈ ഫിലിം ഫ്രാഞ്ചൈസിനെ അല്ലെങ്കിൽ ഫിലിം സീരീസുകൾ മുഴുവനായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ബേസ് ചെയ്ത് 2 സീരീസുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈം ഗ്യാപ്പിൽ. ഇപ്പോൾ നമ്മൾ ഗോഡ്സില വേഴ്സസ് കോങ് എന്ന സിനിമ 2021 കണ്ടത്. എന്നാൽ അത് കഴിഞ്ഞ് 2024 ആ ഒരു 2 വർഷ ഗ്യാപ്പിനിടയിൽ സ്കൾ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ആനിമേറ്റഡ് സീരീസ് പുറത്തിറങ്ങിയിരുന്നു. എന്നെ സംബന്ധിച്ച് അത് കാണാൻ വലിയ രസമൊന്നുമില്ല. പക്ഷേ അതിൽ ഈ ഒരു സാധനത്തിൽ അല്ലെങ്കിൽ മോൺസ്റ്റർവേഴ്സിനെ വെച്ച് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. മെയിൻലി ആ ഒരു സ്കൾ ഐലൻഡിൽ ബേസ് ചെയ്ത് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ ആ ഒരു കോങ്ങിനെ മാത്രമല്ല അവിടെയുള്ള മറ്റ് ക്രീച്ചേഴ്സിനൊക്കെ എലാബറേറ്റ് ചെയ്ത് ഒരു ആനിമേറ്റഡ് സീരീസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. എനിക്ക് ആ സാധനം അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. വേണമെങ്കിൽ പക്ഷേ മോൺസ്റ്റർവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ മൊണാർക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ആപ്പിൾ TV+ലൂടെ പുറത്തിറങ്ങിയൊരു സീരീസ് ഈ ഒരു മോൺസ്റ്റർവേഴ്സിൻ്റെ ഏറ്റവും അധികം ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ 5 സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഓവറോൾ ഈ ഒരു മോൺസ്റ്റർവേഴ്സിനെ കുറിച്ചുള്ള ഈസ്റ്റർ എക്സിൻ്റെയും അല്ലെങ്കിൽ മോൺസ്റ്റർവേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലിങ്ങിൻ്റെയും ഒരു 10 ഇരട്ടി ആ ഒരു സീരീസിൽ അവർക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം അതിന് റൺ ടൈം കൂടുതലാണ്, TV സീരീസാണ്. സോ അവർ 10 എപ്പിസോഡിൽ നമ്മൾ ഈ 5 സിനിമകളിൽ കണ്ടതിനേക്കാൾ കുറേ മടങ്ങ് അപ്പുറത്തേക്ക് ഇൻഡെപ്തായിട്ട് മോൺസ്റ്റർവേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. 2 ടൈം ലൈനിലൊക്കെയാണ് അത് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മോൺസ്റ്റർവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സീരീസ്. ആ സീരീസ് നമ്മളൊരു ആക്ഷൻ പാക്ഡ് സാധനമായിട്ട് പ്രതീക്ഷിച്ച് പോകരുത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാൻ പോകുന്ന പോലെയുള്ള ഫുൾ ഫൈറ്റുകളോ ആക്ഷൻ സീക്വൻസുകളോ ഒന്നും തന്നെ അതിലുണ്ടാവില്ല. ജസ്റ്റ് ടീസ് ചെയ്ത് പോകുന്നുണ്ടാവുള്ളൂ. ഹ്യൂമൻ ക്യാരക്ടേഴ്സിനായിരിക്കും കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ടാവുക. അവരിലൂടെ ചിലപ്പോൾ ആകെ മൊത്തത്തിലൊരു 4-5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആയിരിക്കും ഫുൾ റൺ ടൈമിൽ ഈ ഒരു മോൺസ്റ്റേഴ്സ് ആ സിനിമയിൽ ആ ഒരു സീരീസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ സിനിമകൾ പ്രതീക്ഷിച്ചത് അതിലേക്ക് പോരുത്. മോൺസ്റ്റർവേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡൈവ് ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് കയറുന്നത് നല്ലതായിരിക്കും. ദെൻ പോരാത്തതിന് ഈ ഒരു ഗോഡ്സില വേഴ്സസ് കോങ് എന്ന സിനിമയുടെ ആ ഒരു ടൈം ലൈൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഈ സിനിമ കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ 1 മാസം മുമ്പ് അവരൊരു ഗ്രാഫിക് നോവൽ റിലീസ് ചെയ്തിരുന്നു. ഈ ഒരു സിനിമയെ ബേസ് ചെയ്ത് ഗോഡ്സില എക്സ് കോങ് ദി 100 എന്നായിരുന്നു ആ ഒരു ഗ്രാഫിക് നോവലിന്റെ പേര്. ആൻഡ് ആ ഗ്രാഫിക് നോവൽ ഇതിനു മുമ്പ് ഇവർ പുറത്തിറക്കിയിട്ടുള്ള മറ്റ് ഗ്രാഫിക് നോവലോ കോമിക്സോ ഒക്കെ പോലെ തന്നെ ആണെങ്കിലും അതിൽ കുറച്ച് റെഫറൻസുകളുണ്ട്. ഫ്യൂച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്രോസ് ഓവേഴ്സ് ഒക്കെ ടീസ് ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു ഗ്രാഫിക് നോവലിൽ. അതിൽ കൂടുതലായിട്ടും ഹോളോവർത്ത് സംരക്ഷിച്ചു പോകുന്ന കോങ്ങിനായിരുന്നു കാണിച്ചത്. സോ കോങ് ഇപ്പോൾ അവിടുത്തെ ഒരു
പ്രൊട്ടക്ടർ ആണെന്ന് പറയും ഹോളോവർത്തിൻ്റെ. അപ്പോൾ ഹോളോവർത്തിൻ്റെ തട്ട് വരുമ്പോൾ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ എങ്ങനെയാണ് ബാറ്റ്മാൻ അഫക്റ്റ് ആയിട്ട് സൂപ്പർമാൻ എതിരെ തിരിയുന്നത്, അതുപോലെ തന്നെ ആദ്യത്തെ ഗോഡ്സില മൂവിയുടെ ഇവന്റ്സിൽ അഫക്റ്റ് ആവുന്ന ഒരു പേഴ്സൺ മുഴുവൻ ടൈറ്റൻസിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ അവർ റിവഞ്ചിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഹോളോവർത്തിലേക്ക് വരുന്നതും അവിടെയുള്ള ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനൊക്കെ എൻകൗണ്ടർ ചെയ്യുന്നതിനിടയിൽ കോങ്ങിന് മുന്നിൽ വന്ന് പെടുന്നതും ദെൻ കോങ് ആ ഒരു ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കുന്നതൊക്കെയാണ് ആ ഒരു ഗ്രാഫിക് നോവലിലെ പ്രധാന കഥ. പക്ഷെ ആ ഗ്രാഫിക് നോവലിൽ കോങ് ഒരു കേവിനകത്ത് കയറുമ്പോൾ അതിൽ ഗോഡ്സില്ല ഇതുവരെ നടത്തിയ ഫൈറ്റുകളൊക്കെ തന്നെ ആ ഒരു ഹോളോവർത്തിൽ ഇങ്ങനെ എംബാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് ഫൈറ്റ്സ് ഈ ഒരു ഗോഡ്സിൽ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഇപ്പോൾ ഈ സിനിമയിലെ ഗോഡ്സിലെയും ഷിമുവും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ തന്നെ അതിൽ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ ഒരു ഗ്രാഫിക് നോവലിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ റിവെഞ്ചറായിട്ട് വരുന്ന വ്യക്തി, അതായത് കോങ് ഈ സിനിമയിൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരാൾ ഒരു ഏഗറിലാണ് വരുന്നത്. നമ്മളിപ്പോൾ പെസഫിക് റിം എന്ന സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സൂട്ടുകളൊക്കെ ഇട്ട്. സോ ഏഗറും കൈജും എന്തൊക്കെയാണെന്നുള്ളത് പെസഫിക് റിം കണ്ടവർക്ക് അറിയാം. സോ പെസഫിക് റിമിൻ്റെ ഒരു ക്രോസ് ഓവർ ഇതിനു മുമ്പ് പല സമയത്ത് ഇവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇതിൽ ഇനി മുതൽ അങ്ങോട്ട് പോസിബിൾ ആവും എന്നതും കൂടി ഈ ഒരു ഗ്രാഫിക് നോവൽ ടീസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മൾ ഈ കാണാൻ പോകുന്ന സിനിമയുടെ എൻ ക്രെഡിറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഈ ഒരു സാധനം കൂടി ടീസ് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർലി ഷുവർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഗോഡ്സില വേഴ്സസ് മൂവിയിൽ പെസഫിക് റിമിൻ്റെ ആ ഒരു ഇൻകോപ്പറേഷനും അല്ലെങ്കിൽ ആ ഒരു ക്രോസ് ഓവർ കാണാൻ സാധ്യതയുണ്ട് എന്ന് വളരെയധികം ടീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാഫിക് നോവൽ എന്ന് പറയാം. സോ ഈ ഗ്രാഫിക് നോവലും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നതല്ലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക്. ഈ സിനിമയിൽ നമ്മൾ ഇതിൽ ടീസ് ചെയ്ത് അല്ലെങ്കിൽ ട്രെയിലറിലൊക്കെ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സിലെ സ്കാർക്കിങ്ങിനെ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഷിമോ എന്ന ക്യാരക്ടറിനെ അധികം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് പുറത്ത് വന്ന പല TV സ്പോർട്സിലും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്ത് വന്നിട്ടുള്ള പല ട്രെയിലേഴ്സിലും പോസ്റ്റേഴ്സിലൊക്കെ തന്നെ എൻ്റയർ ഈ സിനിമയുടെ പല സീക്വൻസുകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അധികം സ്പോയിലർ വേണ്ടതെന്നുണ്ടെങ്കിൽ. മെയിൻ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവൻറ്റ്സ് നടക്കുകയെന്ന് ഡയറക്റ്റായിട്ട് അവർ പ്രേക്ഷകർക്ക് മുമ്പിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു സിനിമാറ്റിക് അപ്രോച്ച് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ കൂടുതലായിട്ടും ഹ്യൂമൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചിട്ട് കംപ്ലീറ്റ്ലി മോൺസ്റ്റേഴ്സ് ഉള്ള സിനിമകളൊക്കെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഒരു മോൺസ്റ്റർ വേഴ്സിൻ്റെ ആ ഒരു ഫ്യൂച്ചർ അടിപൊളിയാണ്. ഞാനീ പറഞ്ഞ പോലെ ഇത് തന്നെ കൊണ്ടുപോയാലും അടിപൊളിയാണ്. അതിൻ്റെ കൂടെ പെസഫിക് റിമൊക്കെ വരികയാണ് പൊളിക്കും. കാരണം അതിൽ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഈവൻ കൈജൂസൊക്കെ വന്നാൽ നമ്മൾ ഈ കാണുന്ന സ്ഥിരം മോൺസ്റ്റേഴ്സ് പോലെയല്ല കൈജൂസ്. ദെൻ പെസഫിക് റിമിൽ കാണുന്ന ഏഗേഴ്സും ഹ്യൂമൻസൊക്കെ തന്നെ ഇവരുടെ കൂടെ സഹായിച്ച എന്തെങ്കിലും രീതിയിൽ ക്രോസ് ഓവർ അടിപൊളിയായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ട്രാൻസ്ഫോമേഴ്സും ജോയുടെ ആ ഒരു ക്രോസ് ഓവറൊക്കെ അവസാനം ടീസ് ചെയ്ത പോലെ ഒരു പക്ഷേ ഇത് അടിപൊളിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ മോൺസ്റ്റർ വേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ ഗ്രാഫിക് നോവൽ വായിച്ച് നോക്കാം. ദെൻ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ എന്ന സീരീസ് കൂടി കാണുന്നത് നല്ലതായിരിക്കും, അപ്പാർട്ട് ഫ്രം മറ്റുള്ള 4 സിനിമകളും. സോ ഇൻ സ്പോയിലറായിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഈ സിനിമ കാണുന്നതിന് പറഞ്ഞിട്ടുണ്ട് ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. സോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ഈ സിനിമയിൽ കാണുന്നതിനും പറഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.